കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ കർഷക സംഘടനകളുടെ ദില്ലി ചലോ മാർച്ച് പുനരാരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ശരത് ലാലുണ്ട്. ശരത്ത്, കർഷകരുടെ പ്രതിഷേധം കടുക്കുകയാണ്. നിരോധനാജ്ഞ അടക്കം സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എത്തരത്തിലാണ് വിവരങ്ങൾ? ആതിര, കർഷകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ ഉന്തും തള്ളും നടക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു കാരണവശാലും അതിർത്തി കടക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു നേരത്തെ ഹരിയാന പോലീസ് പറഞ്ഞത്. പേരാണ് കർഷക മാർച്ചുള്ളത്. ഇവരുടെ പേരുവിവരങ്ങൾ നൽകുക, അവരെ ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡ് കാണിക്കുക, എന്നാൽ മാത്രം മാർച്ച് നടത്താൻ അനുവദിക്കുമെന്ന രീതിയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. എന്നാൽ കർഷകർ തിരിച്ചറിയൽ കാർഡ് കാണിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ തിരിച്ചറിയൽ കാർഡ് ഇല്ലാതെ അതിർത്തി കടക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസും നിലപാടിലാണ് പോലീസ്. ഇതാണ് ഇപ്പോൾ സംഘർഷാവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. തണ്ണീർവാതകം അടക്കമുള്ള തടയാൻ വേണ്ടി മുഖംമൂടികൾ, ഗ്യാസ് മുഖംമൂടി ധരിച്ചാണ് കർഷകർ എത്തിയിരിക്കുന്നത്. അതുപോലും കയ്യിൽ കരുതിയിട്ടുണ്ട്. ഏത് നിമിഷം ഒരു സംഘർഷം പൊട്ടിപ്പകാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആതിര, പോലീസ് എല്ലാവിധ സർവ്വസന്നാഹങ്ങളും കൂടിയിട്ടാണ് ഈ അതിർത്തിയിലുള്ളത്. തിരിച്ചറിയൽ കാർഡ് കാണിക്കുന്ന 101 കർഷകരെ മാർച്ച് നടത്താൻ അനുവദിക്കും എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്. ആതിര, ഇപ്പോൾ ഒരു സമാധാന സാഹചര്യമാണോ നിലവിലുള്ളത്? അതല്ല, ഇതിനെ പ്രതിരോധിക്കാൻ എത്തരത്തിലാണ് പോലീസ് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും? പോലീസ് ഒരു 3 തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പോലീസ്, പിന്നെ ബാരിക്കേഡുകൾ, അതിനുശേഷം കണ്ണീർ വാതകം, ജലപീരങ്കി, അതിനുശേഷം ലാത്തി ചാർജ് ചെയ്യാനുള്ള ഫോഴ്സ് ബറ്റാലിയൻ. ഈ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളും അതുപോലെ ഒരുക്കവുമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കർഷകർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ 101 പേരെ കടത്തിവിടാം എന്നാണ് പോലീസിന്റെ നിലപാട് കർഷകരെ അറിയിച്ചിരിക്കുന്നത്. കർഷകരാവട്ടെ തങ്ങൾ തിരിച്ചറിയൽ കാർഡ് കാണിച്ചില്ലെന്നും ഞങ്ങൾ കർഷകരാണെന്നും അതിന് വേറെ ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന വാശിയിൽ നിൽക്കുകയാണ്. ഒന്നായി ബാരിക്കേഡിലേക്ക് ഇടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കർഷക നേതാക്കളും പോലീസും നമ്മൾ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് സംഘർഷ അവസ്ഥ തന്നെയാണ്. മാധ്യമപ്രവർത്തകരെ ഇന്നലെ മാധ്യമപ്രവർത്തകരെ ഈ പ്രദേശങ്ങളിലേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇന്ന് തിരിച്ചറിയൽ കാർഡുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ സംഭവ സ്ഥലത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ സംഘർഷാവസ്ഥയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആതിര. ശരി, ശരത് ലാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.